ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പ് കേസിന് പിന്നാലെ OTT പ്ലാറ്റ്ഫോം തട്ടിപ്പിലേക്കും അന്വേഷണം നടത്തുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതിന്റെ ഭാഗമായാണ് വിവാദ വ്യവസായി വിജേഷ് പിള്ളയെ ചോദ്യം ചെയ്യുന്നത്. ഹൈറിച്ച് ഉടമകളായ KD പ്രതാപനും ശ്രീനയ്ക്കും OTT വിറ്റത് വിജേഷ് പിള്ളയായിരുന്നു. 4.5 കോടി രൂപയ്ക്കാണ് വിൽപ്പന നടത്തിയതെന്നും ഇടപാടിലൂടെ ലഭിച്ചത് നിക്ഷേപ തട്ടിപ്പ് പണമാണോ എന്ന് അറിയില്ലെന്നും വിജേഷ് പിള്ള വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങൾ തേടുന്നതിന്റെ ഭാഗമായി പ്രതാപനെയും ശ്രീനയെയും ED വീണ്ടും ചോദ്യം ചെയ്യും. കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് പരാതിയിൽ ഉൾപ്പെട്ട ഹൈറിച്ച് ഉടമകളായ പ്രതാപനും ശ്രീനയുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലാണ് വ്യവസായി വിജേഷ് പിള്ളയെയും ED വിളിച്ചുവരുത്തിയത്. നിക്ഷേപ തട്ടിപ്പിലൂടെ ലഭിച്ച പണമാണ് ഹൈറിച്ച് ഉടമകൾ കൈമാറിയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. പ്രതാപനും ശ്രീനയുമായി 4.5 കോടി രൂപയുടെ OTT പ്ലാറ്റ്ഫോം ഇടപാട് നടന്നിട്ടുണ്ടെന്നും OTTയും അനുബന്ധ സോഫ്റ്റ്വെയറുകളും വിറ്റതിലൂടെ ലഭിച്ച പണം തട്ടിപ്പ് പണമാണോ എന്ന് അറിയില്ലെന്നും വിജേഷ് പിള്ള പറഞ്ഞു. OTT പ്ലാറ്റ്ഫോമിൽ അംഗങ്ങളുടെ എണ്ണം കൃത്രിമമായി വർദ്ധിപ്പിച്ചിട്ടില്ല. എല്ലാ രേഖകളും EDക്ക് കൈമാറിയതായും വിജേഷ് പിള്ള അറിയിച്ചു. ആക്ഷൻ OTT ഹൈറിച്ചാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 1 വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു, കഴിഞ്ഞ വർഷമായിരുന്നു, ജനുവരിയിലായിരുന്നു അതിൻ്റെ പർച്ചേസ് നടന്നത്. അപ്പോൾ ആക്ഷൻ OTT എന്നുള്ള പേര് അവർ HROTT നാക്കിയിട്ട് അവരാണത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷനും കാര്യങ്ങളും എൻക്വയറിയുടെ ഭാഗമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെയും വിവാദങ്ങളിൽ ഉൾപ്പെട്ടയാളാണ് വിജേഷ് പിള്ള. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങളിൽ നിന്ന് പിന്മാറാൻ പണം വാഗ്ദാനം ചെയ്ത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഇടനിലക്കാരനെന്ന് പരിചയപ്പെടുത്തി വിജേഷ് പിള്ള തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിരുന്നു. OTT വെബ് സീരീസിന്റെ ഭാഗമായാൽ ലാഭവിഹിതം നൽകാമെന്നും വിശ്വസിപ്പിച്ചിരുന്നു. ഇതിനിടെ ഹൈറിച്ച് കേസിൽ ഉടമകളായ പ്രതാപനെയും ശ്രീനയെയും ED ചോദ്യം ചെയ്യുന്നത് വരും ദിവസങ്ങളിലും തുടരും. കഴിഞ്ഞ ദിവസങ്ങളിലും ഇവരെ ചോദ്യം ചെയ്തിരുന്നു. പ്രതികളുടെ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളിലേക്കും അന്വേഷണം നീളുന്നുണ്ട്. News 18 കൊച്ചി.